പത്തനംതിട്ടയിൽ 64 പേർക്കെതിരെ പരാതിയുള്ള ലൈംഗിക പീഡന കേസിൽ 9 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 14ആയി. അറസ്റ്റിലായവരിൽ നവവരനും +2 വിദ്യാർത്ഥിയും സഹോദരങ്ങളുമുണ്ട്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി. CK അഭിലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അഭിലാൽ, ഓരോ പ്രതികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണല്ലോ. +2 വിദ്യാർത്ഥിയുണ്ടെന്നറിയുന്നു, നവവരനും സഹോദരങ്ങളും ഉൾപ്പെടെയുണ്ട്. എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? അന്വേഷണം എങ്ങനെ പോകുന്നു? പൂജ, ഈ കേസിൽ അന്വേഷണം 2 ദിവസം പൂർത്തിയാകുമ്പോൾ കണ്ടെത്തലുകളിൽ കൂടുതൽ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭ്യമായിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുമായി ആദ്യം സൗഹൃദം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആൺ സുഹൃത്തായി എത്തിയത് ഇന്നലെ അറസ്റ്റിലായ സുബിനാണ്. പെൺകുട്ടിക്ക് 13 വയസ്സ് ഉള്ള കാലം മുതൽ ഇരുവരും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു. സുബിൻ സ്വന്തം നഗ്നചിത്രങ്ങൾ പെൺകുട്ടിക്ക് വാട്സപ്പിലൂടെ അയച്ചു നൽകുകയും പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ അയാൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 2 വർഷം മുൻപ് പെൺകുട്ടിക്ക് 16 വയസ്സ് പ്രായമുള്ള കാലയളവിൽ ഇരുചക്ര വാഹനത്തിൽ കയറ്റി പട്ടാപ്പകൽ വീടിന് സമീപമുള്ള ആളൊഴിഞ്ഞ മേഖലയിലെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ചാണ് ആദ്യമായ പീഡനം ഉണ്ടാകുന്നത്. തുടർന്ന് ദൃശ്യങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ആ ദൃശ്യങ്ങൾ കണ്ടവരൊക്കെ തന്നെ പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുകയും പിന്നീട് പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചുരുക്കത്തിൽ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സുബിൻ സുഹൃത്തുക്കൾക്ക് പെൺകുട്ടിയെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലായി വന്നിട്ടുള്ളത്. ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 5 പേരിൽ സുബിനും ഉൾപ്പെടുന്നുണ്ട്. VK വിനീത്, K അനന്തു, S സുധി, അച്ചു ആനന്ദ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. ഇവരിൽ കഴിഞ്ഞ നവംബർ മാസം വിവാഹിതരായ ഒരാളുണ്ട്. ഒപ്പം തന്നെ നാളെ വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട ആളും ഇന്നലെ പിടിയിലായ 5 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ന് 9 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ മല്ലശ്ശേരി, പത്തനംതിട്ട, കുലശേഖരപതി, വെട്ടിപ്പറ മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ഷംനാദ്, അഫ്സൽ, അയാളുടെ സഹോദരൻ ആഷിഖ്, നിധിൻ പ്രസാദ്, അഭിനവ്, കാർത്തിക്, സുധീഷ്, അപ്പു എന്നിങ്ങനെ 9 പേരുടെ അറസ്റ്റാണ്. ഇതിൽ ഒരാൾ 18 വയസ്സിന് താഴെ പ്രായമുള്ള +2 വിദ്യാർത്ഥി കൂടിയാണ്. ഇവരെ രാത്രിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. 64 പേരുടെ വിവരങ്ങളാണ് പെൺകുട്ടി മൊഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 4.5 വർഷത്തോടടുത്ത് നടന്ന പീഡനങ്ങൾ വിവിധ ഇടങ്ങളിൽ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. പെൺകുട്ടിയുടെ വീട്, അതോടൊപ്പം തന്നെ സ്കൂളില്, പൊതു ഇടങ്ങൾ, പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ എന്നുള്ള സ്ഥലം അടക്കം ഇടങ്ങളിലും അതോടൊപ്പം തന്നെ വാഹനത്തിലും പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ വ്യക്തമായിട്ടുള്ളത്.